السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا صفوة الرحمن يا بدر الهدى يا بهجة الدارين يا بحر الندى نفسي لتربتك المشرفة الفداء يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك يا رب صل على النبي محمد منجي الخلائق من جهنم في غدي يا رب صل على النبي محمد أزكى الصلاة مع السلام السرمدي أرواحنا خير الأنام فداك. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ മഹത്തായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, ദീർഘമായൊരു സംസാരത്തിന് വേണ്ടി അല്ല എഴുന്നേറ്റു നിന്നത്. പരിശുദ്ധ റമളാനിൻ്റെ പുണ്യമേറിയ ഈ രാപ്പകലുകളിൽ അൽഹംദുലില്ലാഹ് മൂന്നാമത്തെ ഒരു വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിച്ച് അല്ലാഹുവിൻ്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമ്മളുടെ നിസ്കാരവും നോമ്പും മറ്റെല്ലാ സുകൃതങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്ന് വിശുദ്ധ റമളാൻ 16 നാളെ റമളാൻ 17 ദിനമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നാഴികക്കല്ല് ഗസ്വത്തു ബദരിൽ കുബറ, ബദർ യുദ്ധം നടന്ന ദിവസമാണല്ലോ വിശുദ്ധ റമളാൻ 17. ചരിത്രത്താളുകളിലൂടെ നമ്മളുടെ കണ്ണുകൾ സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും ഇത്രമേൽ നിർണായകമായിട്ടുള്ള മറ്റൊരു ചരിത്ര സംഭവത്തെ നമുക്ക് കാണാനും വായിക്കാനും സാധ്യമാവുകയില്ല. അത്രത്തോളം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഈ മതത്തിന് ലോകത്ത് വലിയ നിലയും വിലയും ലഭിക്കാൻ
ഒരു യുദ്ധത്തിന് ചരിത്രത്തിൽ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ബദർ യുദ്ധത്തിൻ്റെ ചരിത്ര പരിസരങ്ങളെക്കുറിച്ചോ ഇഴകീർ ചരിത്രത്തിലൂടെയുള്ള ഒരു അവതരണമോ ഒന്നുമല്ല നമ്മൾ ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. ആ ഒരു മഹത്തായ ധീര സമരത്തിൽ പങ്കുകൊള്ളുകയും അള്ളാഹുവിൻ്റെ മഹത്തായ ഈ ദീനിന് വേണ്ടി സർവവും സമർപ്പിച്ച അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരരും അവരെക്കുറിച്ച് അല്പമൊന്ന് ബറക്കത്തിന് വേണ്ടി സംസാരിക്കുക മാത്രമാണ് ഈ ഒരു സംഗമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങളെയും നിക്ഷിപ്ത താല്പര്യങ്ങളെയും അപരന് മേൽ അടിച്ചേൽപ്പിച്ച് അവരൻ്റെ സ്വാസ്ഥ്യം കെടുത്തിയിട്ട് അവൻ്റെ മാനവികമായ അവകാശങ്ങളിലേക്ക് കയറി ചെല്ലുന്ന സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളുടെ തീർത്തും മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ആധുനിക സാമൂഹിക പരിസരത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ ബദറിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അവനവന് ഈ ലോകത്ത് ജീവിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവകാശവും സ്വാതന്ത്ര്യവും എല്ലാം ഹനിച്ച് അവരുടെ മേൽ തീർത്തും ഭീഭത്സകമായിട്ടുള്ള അടിച്ചമർത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പാശ്ചാത്യ അധിനിവേശ ശക്തികളുടെ നരമേധങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങളിൽ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബദർ യുദ്ധത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ ഒരു യുദ്ധ സാഹചര്യങ്ങൾ, അതിലേക്കുള്ള നാൾവഴികൾ, അതിൻ്റെ പശ്ചാത്തലങ്ങളും കാരണങ്ങളുമെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പരിശുദ്ധ ഇസ്ലാം നീതിക്ക് വേണ്ടിയും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയും അതിലപ്പുറം ലോകത്ത് ശാന്തിക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ മതമാണെന്ന് ആണ് നമ്മൾ എപ്പോഴും പ്രഘോഷിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ചരിത്ര വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പല യുദ്ധങ്ങളും യുദ്ധസന്നാഹങ്ങളും യുദ്ധമുറകളുമെല്ലാം നമുക്ക് കാണേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ഇഹപര വിജയത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞിട്ടുള്ള ഈ പരിഭാവനമായ മതം, ആ ഒരു സത്യമതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി തീർത്തും സമാധാനപരമായ വഴികളിലൂടെ ഈ മതത്തിന്റെ പ്രചാരണ പ്രബോധന പ്രവർത്തനങ്ങളിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീങ്ങിയ സമയത്ത് അവിടുത്തെ സ്വന്തം നാട്ടുകാര് തന്നെ ജനിച്ചു വളർന്ന മക്കത്തുൽ മുക്കറമയിൽ നിന്ന് ധാരാളമായി അവിടുത്തെ പ്രയാസപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച തുലോം കുറവ് വരുന്ന വിശ്വാസികളെ അങ്ങേയറ്റം ശാരീരികമായും മാനസികമായും ഒക്കെ പീഡിപ്പിക്കാനും നടത്തിയ ശ്രമങ്ങൾക്ക് പിന്നാലെയാണ് ഗസ്വത്തു ബദരിൽ കുബറ എന്ന് പറയുന്ന ഒരു യുദ്ധസന്നാഹം ഇസ്ലാമിന് നടത്തേണ്ടി വന്നിട്ടുള്ളത്. ഒരു വർഷമല്ല, 2 വർഷമല്ല, ഒരു പതിറ്റാണ്ടിലേറെ കാലം മക്കത്തുൽ മുക്കറമയിൽ അല്ലാഹുവിന്റെ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിഭാവനമായ മതത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി
ഒരാൾക്കും തന്നെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാത്ത രൂപത്തിൽ തീർത്തും സമാധാനപരമായിട്ട് അള്ളാഹുവിന്റെ തിരുറസൂൽ ഈ മതത്തെ പരിചയപ്പെടുത്തിയപ്പോ ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് ഹബീബരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടത്തെ വിശ്വസിച്ച പാവപ്പെട്ട സഹാബത്തിനെയും മക്കത്തുൽ മുകറമയിലെ മുശ്രിക്കുകൾ അങ്ങേയറ്റം പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു. ചരിത്രസന്ധികളിൽ നമ്മൾ ആ കഥകളൊക്കെയും വായിക്കുന്നുണ്ട്. മക്കത്തുൽ മുകറമയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്ത് തന്നെ തങ്ങളുടെ സ്വത്തും ജീവനുമെല്ലാം പരിഭാവനമായ ദീനിനു വേണ്ടി സമർപ്പിക്കേണ്ടി വന്ന, അള്ളാഹുവിന്റെ ഈ ദീനിന്റെ വഴിയിൽ ജീവൻ ത്യജിച്ചിട്ടുള്ള രക്തസാക്ഷികളായ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവും കുടുംബവും അവരെല്ലാം അവരുടെ ജീവൻ അർപ്പിച്ചത് ഈ പ്രബോധന വഴിയിലാണെന്ന് നമുക്കറിയാം. ഈ അക്രമങ്ങളും പീഡനങ്ങളും അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നിട്ടും ഒരു 10 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊണ്ടിരിക്കുന്ന വേളയിലെല്ലാം മുസ്ലിമുകളോടും നേതാവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ക്ഷമിക്കാനും സഹിക്കാനും ആ ഒരു സഹനത്തിന്റെ വഴിയിൽ നിലയുറപ്പിക്കാനും വേണ്ടിയായിരുന്നു കൽപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ 70-ൽ പരം ആയത്തുകൾ ഈ ഖുറൈശികളുടെ മക്ക മുശ്രിക്കുകളുടെ പീഡനങ്ങൾക്ക് മുമ്പിൽ ക്ഷമിക്കാനും സഹിക്കാനും പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 10 പതിറ്റാണ്ട് പിന്നിട്ടതിന് ശേഷം ആരംഭദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തുൽ മുകറമയിൽ നിന്ന് അതിദയനീയമായി പിറന്നു വീണ മണ്ണിൽ നിന്ന് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും സർവവും അവിടെ ഇട്ടേച്ചുകൊണ്ട് മദീനത്തുൽ മുനവ്വറയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ആ സംഭവം ലോകത്ത് തുല്യതയില്ലാത്ത പലായനത്തിന്റെ വേദനാജനകമായ ചരിത്ര വഴികളിലൂടെയാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സന്തത സഹചാരിയായി കൂടെ യാത്ര ചെയ്ത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെയും ആ ഹിജ്റയുടെ നാളുകൾ നമ്മൾ ചരിത്രത്തിലൂടെ വായിക്കുന്നത്. കേവലം അങ്ങനെ പറഞ്ഞു പോകാൻ മാത്രമേ ഈ ഒരു സമയം നമുക്കുള്ളൂ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരരും ഈ ഒരു 10 പതിറ്റാണ്ടിലേറെ കാലയളവ് മക്കത്തുൽ മുകറമയിൽ നിന്ന് നേരിട്ട പ്രയാസങ്ങളും യാതനകളും അതിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചില അനുചരരെ അടുത്ത് വിളിച്ചുകൊണ്ട് ഹബശയിലേക്കും മറ്റു നാടുകളിലേക്കും പലായനം ചെയ്യാനും അവരെ ഒരു സേഫ് സോണിൽ എത്തിക്കാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പരിശ്രമങ്ങൾ നമ്മൾ എത്രയാ വായിക്കുന്നത്. എല്ലാത്തിന്റെയും ഒരു പര്യവസാനമായിരുന്നല്ലോ ആരംഭദൂതർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സന്തത സഹചാരിയായി ജീവിതത്തിൽ എല്ലാ സമയത്തും അവിടുത്തെ കൂടെ സഞ്ചരിച്ച ആത്മമിത്രം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോടൊത്ത് മക്കത്തുൽ മുകറമയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ പലായനം ശത്രുക്കളുടെ മുമ്പിൽ എല്ലാ അർത്ഥത്തിലും വിജയിക്കാനും അവർക്ക് മുമ്പിൽ കായികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിക്കാനും അവരെ തിരിച്ചു പ്രയാസപ്പെടുത്താനും എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് നൽകിയിട്ടും ഹബീബായ തങ്ങൾക്ക് അതിനുള്ള അവസരം നൽകിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തിൽ ആ മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന്റെ തലേ ദിവസം രാത്രി ആ മക്കത്തുൽ മുകറമയിൽ ശത്രുക്കൾ അവിടുത്തെ വീട് വളഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്റെ കൂടെയുണ്ടായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വെച്ചിട്ട് മറ്റുള്ള കരുത്തരായ സ്വഹാബത്തിനെ വെച്ചിട്ട് ധീരോദാത്തം ശത്രുക്കളോട് പൊരുതാമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യബോധവും അവിടുത്തെ ഉമ്മത്തിനോടുള്ള അവിടുത്തെ അദമ്യമായ സ്നേഹവും ഹബീബരായ തങ്ങളെ അതിന് അനുവദിച്ചില്ല. ഹബീബായ നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർത്തും സമാധാനത്തിന്റെ ഒരു വഴി തിരഞ്ഞെടുത്തുകൊണ്ട് ആർക്കും ഒരു പ്രയാസവും പരിഭവവും ഇല്ലാത്ത രൂപത്തിൽ മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. തന്റെ കൂടെ വിശ്വസിച്ചവരെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തു. ശത്രുക്കൾ തീർച്ചയായും പ്രയാസപ്പെടുത്താൻ മുന്നോട്ട് വരുമെന്ന് ഹബീബരായ തങ്ങൾക്കറിയാമായിരുന്നു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. യാത്രയുടെ ഓരോ വഴികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്നായി കരുതിക്കൊണ്ട് തന്നെയാണ് ആ യാത്ര പോയിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീനത്തുൽ മുനവ്വറയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയിട്ടും അവിടത്തെ കൂടെ വിശ്വാസം പുൽകിയിട്ട് കടന്നു വന്ന മുഹാജിറുകളായ സ്വഹാബത്തിനെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർത്തും സമാധാനപൂർണമായ ഒരു ജീവിതം മദീന മുനവ്വറയിൽ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തും മക്കയിലെ മുശ്രിക്കുകളുടെ പകയും അവരുടെ വിദ്വേഷവും കെട്ടടങ്ങിയില്ല. അവർ കച്ചവടത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസ്വഹാബത്ത് സഞ്ചരിക്കുന്ന സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ഒളിച്ചു നിന്നും അല്ലാതെയും മക്കത്തുൽ മുക്കറമയിലെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പാവപ്പെട്ട സ്വഹാബത്തിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു. സ്വഹാബത്തിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ആ ബുദ്ധിമുട്ടിക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു. മുഹാജിറുകളുടെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? അവരൊന്നും മക്കത്തുൽ മുക്കറമയിൽ നിന്ന്, അവർ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഒന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. തങ്ങൾ അതുവരെ ആർജിച്ച സമ്പത്തും തങ്ങളുടെ കുടുംബങ്ങളും തങ്ങളുടെ സ്വത്തുമെല്ലാം മക്കയിൽ അവശേഷിപ്പിച്ചിട്ടാണ് വിശ്വാസത്തിന്റെ ഒരു പിൻബലത്തിൽ അല്ലാഹുവിന്റെ സ്വഹാബത്ത് അവിടെ നിന്ന് ഹബീബരായ തങ്ങളുടെ ആജ്ഞാനുസരണം മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം അൻസാറുകളായ സ്വഹാബത്ത് അവരുടെ സ്വത്തിൽ നിന്നും അവരുടെ സമ്പത്തിൽ നിന്നും എല്ലാം മുഹാജിറുകളായ ആ സ്വഹാബത്തിന് പകുത്തു നൽകിയിട്ട്, എന്തിനേറെ പറയണം, തങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഭാര്യമാരെ പോലും തലാഖ് ചൊല്ലിയിട്ട് മുഹാജിറുകളായ സ്വഹാബത്തിന് സമർപ്പിച്ച ഏറ്റവും വലിയ സഹാനുഭൂതിയുടെ ചിത്രമാണല്ലോ മുഹാജിർ അൻസാറുകൾ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അത്രയേറെ ഒന്നുമില്ലാത്തവരായി വെറും കൈയോടുകൂടി മദീനയിലേക്ക് പലായനം ചെയ്ത സ്വഹാബ, അവരുടെ സ്വത്തുകളും അവരുടെ സമ്പത്തും എല്ലാം ഇന്ന് മക്കയിൽ നിലനിൽക്കുകയാണ്. അതൊക്കെ കൊള്ളയടിച്ചും മുതലെടുത്തും കൊണ്ട് തന്നെ മക്കയിലെ ശത്രുക്കൾ ആ പാവപ്പെട്ട സ്വഹാബത്തിനെ പ്രയാസപ്പെടുത്തുകയാണ്, പീഡിപ്പിക്കുകയാണ്. ഈ അവസ്ഥ തുടർന്നപ്പോഴല്ലേ അള്ളാഹുവിന്റെ തിരു റസൂൽ അവരുടെ ആ ഒരു സമ്പത്തിനെ തിരികെ ചോദിക്കാൻ വേണ്ടിയും ആ അവകാശങ്ങൾ വാങ്ങിയെടുക്കാൻ വേണ്ടിയും ഹബീബരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണല്ലോ ഈ ബദർ യുദ്ധത്തിലേക്കുള്ള നാൾ വഴികൾ നമ്മൾ ചരിത്രത്തിലൂടെ വായിക്കുന്നത്. ഒരിക്കലും പരിശുദ്ധമായ ഇസ്ലാം അവിടെ രക്തച്ചൊരിച്ചിൽ ഉദ്ദേശിച്ചു കൊണ്ടിറങ്ങിയതല്ല. ആളുകളെ പ്രയാസപ്പെടുത്താനും അവരുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്താനും ഇസ്ലാം ഉദ്ദേശിച്ചതല്ല ഒരിക്കലും. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം മടങ്ങുന്ന വേളയിൽ അവരെ സമീപിക്കാനും അങ്ങനെ അവരിൽ നിന്ന് ആവശ്യമായിട്ടുള്ള അർഹമായിട്ടുള്ള അവരുടെ സ്വത്തുവകകൾ തിരിച്ചാവശ്യപ്പെടാനും വേണ്ടി മാത്രമായിരുന്നില്ലേ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും അബൂ സുഫിയാനെ നേരിൽ കാണാനും മറ്റും ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഈ ഒരു വിഷയം മക്കയിലേക്ക് അറിയുന്ന മുറയ്ക്ക് അബൂജഹലും സംഘവും ഉടുത്തൊരുങ്ങി ഇറങ്ങിയതല്ലേ ബദർ യുദ്ധരണാങ്കണത്തിലേക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും യുദ്ധത്തെ കൊതിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്ത മതമല്ല.
ചരിത്ര വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ പരിഭാവനമായ ദീനിന്റെ ഉന്മൂലനത്തിനും നിഷ്കാസനത്തിനും വേണ്ടി ശത്രുക്കൾ അങ്ങേയറ്റം പരിശ്രമം നടത്തിയപ്പോ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമാകുമെന്നുറപ്പായപ്പോ പ്രതിരോധത്തിന്റെ ആവശ്യത്തിനല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിനോടും അവിടത്തെ വിശ്വസിച്ച മുഅ്മിനീങ്ങളോടും യുദ്ധത്തിന് വേണ്ടി ആവശ്യപ്പെട്ടത്. ഒരു പതിറ്റാണ്ടിലപ്പുറം നീളുന്ന ഈ പ്രയാസങ്ങളും വേദനകളും ഒരുപാട് സഹിച്ച് ആ സമയങ്ങളിലെല്ലാം ക്ഷമിക്കാനും ത്യജിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച് അവസാനം അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദേശമയക്കുന്നു. സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് പ്രതിരോധത്തിന് വേണ്ടി യുദ്ധത്തിന് ഒരുങ്ങാൻ അല്ലാഹു തആല ആവശ്യപ്പെട്ട ഒരു സംഭവം. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഒരുപാട് കാലമായി ശത്രുക്കളുടെ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ മുഅ്മിനുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു താൽക്കാലിക ആശ്വാസമായിട്ട് ആ ഒരു ആയത്തിനെ അവതരിക്കുന്നു. ചേർത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മുഅ്മിനീങ്ങളെ സഹായിക്കാനും അവർക്ക് എല്ലാവിധ ആശ്വാസം നൽകാനും അല്ലാഹു അങ്ങേയറ്റം കഴിവുള്ളവനാണ്. ഈ ആയത്ത് അവതരിച്ച പശ്ചാത്തലത്തിലാണ് ബദർ യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടതും ആ പ്രതിരോധാർത്ഥം ശത്രുക്കൾക്ക് മുമ്പിൽ മറ്റു നിർവാഹങ്ങളില്ലാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുദ്ധത്തിന് വേണ്ടി ശ്രമിച്ചതും. ഈ പ്രതിരോധാർത്ഥമുള്ള ഈ സൈനിക നടപടിയെ ഒരിക്കലും ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമാണെന്ന് വായിക്കാൻ നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൂടാ. പിൽക്കാലത്ത് നടന്നിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു യുദ്ധത്തെയും നമ്മൾ ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമാണെന്ന് ചിത്രീകരിക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൂടാ. എന്തുകൊണ്ട് നിങ്ങൾക്കറിയുമോ? പരിശുദ്ധമായ ഇസ്ലാം ഗസ്വത്ത് ബദറിൽ കുബ്ര മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള 10 വർഷത്തോളം നടന്ന ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധമുറകളിൽ നിങ്ങൾക്കറിയുമോ, അവിടെ ജീവൻ നഷ്ടമായ, ജീവഹാനി സംഭവിച്ച ആളുകളുടെ എണ്ണമെടുത്തു നോക്കിയാൽ കേവലം 1000-ൽ പരം ആളുകളുടെ ജീവൻ മാത്രമാണ് പൊലിഞ്ഞിട്ടുള്ളത്, വിശ്വാസികളുടെ ഭാഗത്തിലും ശത്രുപക്ഷത്തിലും കൂടിയിട്ട്. 259ഓളം മുഅ്മിനീങ്ങൾക്ക് സ്വഹാബത്തിന് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ മറുഭാഗത്ത് 760ഓളം ആളുകൾക്ക് മാത്രമേ ശത്രുപാളയത്തിൽ ജീവഹാനി സംഭവിച്ചിട്ടുള്ളൂ. ചുരുക്കത്തിൽ 1000-ൽ പരം ആളുകൾക്ക് മാത്രമാണ് ഈ 10 വർഷത്തിൽ ഇസ്ലാം പ്രതിരോധാർത്ഥം യുദ്ധസന്നാഹത്തിന് ഇറങ്ങിയപ്പോൾ ജീവൻ പൊലിഞ്ഞിട്ടുള്ളെങ്കിൽ നിങ്ങൾക്കറിയില്ലേ, അവിടെ നിങ്ങോട്ട് ചരിത്രത്തിന്റെ ദശാസന്ധികളിൽ നമ്മൾ കണ്ടിട്ടുള്ള എത്രയെത്ര ലോകമറിയപ്പെട്ട യുദ്ധമുറകളാണ് ലക്ഷോപലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് ഹാനി സംഭവിച്ചുകൊണ്ട് മനുഷ്യക്കുരുതി ഇവിടെ നടന്നിട്ടുള്ളത്, അരങ്ങേറിയിട്ടുള്ളത് ലോകത്തിൽ. തൈമൂറും നെപ്പോളിയനും അതുപോലെ തന്നെ ചെങ്കിസ് ഖാനും അലക്സാണ്ടർ ചക്രവർത്തിയും അടക്കമുള്ള ലോകത്തെ വിറപ്പിച്ച സ്വേച്ഛാധിപതിയായ ഭരണാധികാരികൾ ഈ ലോകത്ത് അവരുടെ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി അവർ യുദ്ധസന്നാഹങ്ങളുമായി ഇറങ്ങിയപ്പോ എത്ര ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ജീവഹാനി സംഭവിച്ചിട്ടുള്ളത്. ആധുനിക ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഹിരോഷിമയിലും നാഗസാക്കിയിലും കിരാതരായ അമേരിക്കൻ ഭരണകൂടം അവരിട്ടിട്ടുള്ള ആ ബോംബ് സ്ഫോടനത്തിൽ, അണുവിസ്ഫോടനത്തിൽ മരിച്ചു വീണവരെത്രയാണ്? തൽക്ഷണം ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടില്ലേ? ഇങ്ങനെ അവിടെ നിന്നിങ്ങോട്ട് വായിക്കുകയാണെങ്കിൽ ചരിത്ര വഴികളിൽ ഇസ്ലാമിന്റെ ആ ഒരു ചരിത്രകാലങ്ങൾക്ക് ശേഷം ലോകത്ത് നടമാടിയിട്ടുള്ള എത്രയോ യുദ്ധമുറകളിൽ ഇവിടെ മരിച്ചു വീണത് എത്ര കണക്കിന് മനുഷ്യരാണ് മരിച്ചു വീണിട്ടുള്ളത്, എത്ര ആളുകൾക്കാണ് ജീവഹാനി സംഭവിച്ചിട്ടുള്ളത്. അതേസമയം 10 വർഷത്തോളം നീണ്ടുനിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പങ്കെടുത്തതും അല്ലാത്തതുമായ യുദ്ധമുറകളിലും സൈനിക നടപടികളിലും ആകെ കൂടെ
ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് കേവലം 1000-ൽ പരം ആളുകൾക്ക് മാത്രമാണെന്ന് പറയുമ്പോൾ തീർത്തും ഇസ്ലാം പ്രതിരോധാവശ്യം മാത്രമാണ് ഈ യുദ്ധസന്നാഹത്തിന് ഇറങ്ങിയതെന്ന് നമുക്ക് വ്യക്തമല്ലേ ഈ ചിത്രത്തിൽ നിന്ന്? അതാണ് നമ്മളോട് ചരിത്രം വിളിച്ചു പറയുന്നത്. ഭാരതീയ സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഭാരതീയ ചരിത്ര വഴികളിൽ നമ്മൾ കാണുന്ന യുദ്ധമുറകളിൽ എത്ര ആളുകൾക്കാണ് ലോകത്ത് ഈ ഇന്ത്യയിൽ ജീവഹാനി സംഭവിച്ചിട്ടുള്ളത്? കലിംഗ യുദ്ധം നമ്മൾ വായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ഇന്ത്യയുടെ പൗരാണിക ചരിത്രത്തിൽ. അശോക ചക്രവർത്തി അദ്ദേഹം അന്ന് നടത്തിയിട്ടുള്ള കിരാതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചുവെന്നും അവസാനം അദ്ദേഹത്തിന് കീഴടങ്ങാൻ പോലും ആളുകൾ ബാക്കിയായില്ല എന്നും ചരിത്രത്താളുകളിലൂടെ നമ്മൾ വായിക്കുമ്പോഴാണ് ഇസ്ലാമിലും ഇസ്ലാമേതര സമൂഹത്തിലും നമ്മൾ കാണുന്ന മനുഷ്യനോടുള്ള സ്നേഹവും മാനവികമായിട്ടുള്ള മൂല്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമ്മൾ ഇസ്ലാമിലുള്ള യുദ്ധങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നടന്നിട്ടുള്ള ബദർ യുദ്ധം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബദരീങ്ങളായ സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എല്ലാ അർത്ഥത്തിലും അവർ ജീവൻ അർപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്ന ആ സ്വഹാബത്തുൽ കിറാം, അവരുടെ ചരിത്രമാണ് നമ്മൾ ഈ ഒരു ബദർ ദിനത്തിൽ നിന്നായി മനസ്സിലാക്കേണ്ടത്. അവരുടെ മഹത്വമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു യുദ്ധത്തിന് വേണ്ടി അനുമതി നൽകിയ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചർച്ച ചെയ്ത സമയത്ത്, സ്വഹാബത്തിനോട് കൂടിയാലോചിച്ച സമയത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അനുചരർ പറയുന്ന മറുപടി എന്താണ്? നബിയേ, അങ്ങ് എന്ത് പറഞ്ഞാലും അങ്ങ് എന്ത് കൽപ്പിച്ചാലും അങ്ങയുടെ കൂടെ ഞങ്ങൾ നിലയുറപ്പിക്കും. ഒരിക്കലും മൂസ നബി അലൈഹിസ്സലാമിനോട് അവിടുത്തെ അനുചരർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും പറയൂല നബിയേ. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന വഴിയിൽ ഇറങ്ങിയപ്പോൾ കൂടെയുള്ള ആളുകളെ മൂസ നബി അലൈഹിസ്സലാം വിളിച്ചപ്പോ മൂസ നബിയോട് പറഞ്ഞില്ല, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. അല്ലയോ മൂസ, നിങ്ങളും നിങ്ങളുടെ റബ്ബും കൂടെ പോയിട്ട് നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊള്ളൂ, ഞങ്ങൾക്ക് അതിനൊന്നും കഴിയൂല, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്ന് മൂസ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും തങ്ങളോട് പറയൂല നബിയേ. ആ സ്വഹാബത്തെല്ലാം അങ്ങേയറ്റത്തെ ആത്മവീര്യത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിലയുറപ്പിച്ചില്ലേ? എത്രത്തോളമാണ് അവരുടെ ആത്മവീര്യവും അവരുടെ ഹൃദയാന്തരങ്ങളിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ള അചഞ്ചലമായ ഈമാനുമെന്ന് നമ്മൾക്ക് ചരിത്രം വായിക്കുമ്പോൾ നന്നായി ബോധ്യപ്പെടും. ബദർ യുദ്ധത്തിന് അവസാന ഘട്ടത്തിൽ രണ്ട് വിഭാഗം സൈന്യങ്ങളും അവരുടേതായ സ്ഥലത്ത് നിലയുറപ്പിച്ച ആ രാത്രിയും, അതായത് പരിശുദ്ധമായ റമളാനു ശരീഫിലെ 16-ന്റെ അന്ന് രാത്രി 17-ാം രാവിന്റെ അന്ന് സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങളായ സ്വഹാബത്തുൽ കിറാം അവര് രാത്രി അന്തിയുറങ്ങുന്ന ടെന്റിനുള്ളിലൂടെ നടന്നു നോക്കുമ്പോ അവിടെ അവർക്ക് യാതൊരു വേവലാതിയുമില്ല, അവർക്കൊരു ആശങ്കയുമില്ല. നോറ്റ് പരിക്ഷീണിതരായ സ്വഹാബത്തുൽ കിറാം രാത്രി സമയങ്ങളിൽ ശാന്തരായി അവർ ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. സർവായുധ വിഭൂഷിതരായിട്ട് സർവ യുദ്ധസന്നാഹങ്ങളുമായിട്ട് വരുന്ന മുശ്രിക്കുകൾക്ക് മുമ്പിൽ യാതൊരു ആയുധത്തിന്റെ ഫലവുമില്ലാത്ത സ്വഹാബത്തുൽ കിറാം, നാളത്തെ സായാഹ്നത്തിൽ രണാങ്കണത്തിലേക്ക് ഇറങ്ങേണ്ട സ്വഹാബ, അവരവരുടെ ടെന്റുകളിൽ വളരെ ശാന്തരായി ക്ഷീണം മാറ്റുകയാണ്, ഉറങ്ങുകയാണ്. അവരെ മനസ്സിലൊരു പേടിയുമില്ല. കാരണം അവരുടെ കൂടെ ഹബീബരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. ഹബീബായ തങ്ങൾ എല്ലാ അർത്ഥത്തിലും അവർക്ക്, സ്വഹാബത്തുൽ കിറാമിന് എല്ലാ രൂപത്തിലും ഹബീബായ തങ്ങൾ ആശ്വാസം നൽകി. അവർക്ക് എല്ലാവിധ അള്ളാഹുവിന്റെ സഹായവും വാഗ്ദാനം ചെയ്തു. അതിലുപരിയായി ഹബീബരായ തങ്ങൾ അള്ളാഹുവിനോട് സദാസമയം ദുആ ചെയ്തിരുന്നില്ലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രാവ് മുഴുവനും ചെലവഴിക്കുന്നത് അല്ലാഹുവിനോട് അങ്ങേയറ്റം മനസ്സുരുകി ദുആ ചെയ്യാൻ വേണ്ടിയാണ്. സർവസന്നാഹങ്ങളുമായി ഈ യുദ്ധത്തിന് എത്തിച്ചേർന്നിട്ടുള്ള ആ ശത്രു സൈന്യത്തിനു മുന്നിൽ തുലോം വിരളം വരുന്ന തന്റെ വിശ്വാസികളായ പാവപ്പെട്ട സ്വഹാബത്തിനെ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിനിറങ്ങുമ്പോ ആ സ്വഹാബത്തുൽ കിറാമിന് എല്ലാ അർത്ഥത്തിലും ഹബീബരായ തങ്ങൾ ആശ്വാസം നൽകുകയാണ്, അല്ലാഹുവിന്റെ സഹായം വാഗ്ദാനം ചെയ്യുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന് ദുആ ചെയ്ത് ആ ദുആ ധാരാളം സമയം നീണ്ടുപോകുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഹിശാം അവിടുത്തെ സീറയിൽ ഉദ്ധരിച്ചത് കാണാം. ഹബീബരായ തങ്ങൾ കൈകൾ ഉയർത്തി ധാരാളം സമയം ദുആ ചെയ്തിട്ട് അവിടുത്തെ തോൾ കൊണ്ട് താഴേക്ക് വീണു പോവുകയാണ്. ഹബീബായ തങ്ങൾ അല്ലാഹുവിനോട് വേവലാതിപ്പെടുന്നു, ഈ ഒരു യുദ്ധത്തിലെങ്ങാനും ഞങ്ങൾക്ക് നീ വിജയം നൽകുന്നില്ലെങ്കിൽ ഇൻ ശിഅത ലം തുഅബദ് ബഅദൽ യൗമി അബദാ, ഈ ദിവസം ഞങ്ങൾക്കെങ്ങാനും പരാജയം വരികയാണെങ്കിൽ, ഞങ്ങളെങ്ങാനും പരാജയം രുചിക്കുകയാണെങ്കിൽ റബ്ബേ, ഇനി ഭൂമുഖത്ത് നിന്നെ ആരാധിക്കാൻ ഒരു കുട്ടിയും ഉണ്ടാകൂല. ഹബീബരായ തങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സ് വേദനിച്ചുകൊണ്ടിരുന്ന ദുആ ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഹബീബരായ തങ്ങളുടെ കൈകൾ പിടിച്ചിട്ട് നബിയേ അങ്ങൊന്ന് എഴുന്നേറ്റ് വരണം, നമുക്ക് വിജയമുണ്ടാവും സുനിശ്ചിതമാണെന്ന് പറഞ്ഞ് ഹബീബരായ തങ്ങളെ സന്തോഷിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ സ്വഹാബത്തിന്റെ ആത്മവീര്യം എത്രയാ, അവരുടെ മനസ്സിലുള്ള പതറാത്ത ഈമാനും വിശ്വാസവും എത്രയാ. അല്ലാഹു തആല അവരെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരട്ടെ. ആ സ്വഹാബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. ബദർ യുദ്ധത്തിന് ശേഷമുള്ള ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുടനീളം ആ സ്വഹാബത്തിന്റെ മഹത്വവും പവറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം. പിൽക്കാലത്ത് ബദരീങ്ങളായ സ്വഹാബികളെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം അദ്ദേഹത്തെ എടുത്തു പരാമർശിക്കുമായിരുന്നു. അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാണ്, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് എന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ഹബീബനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ സ്വഹാബത്തൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. മുന്നിലുള്ള സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹബീബരായ തങ്ങളുടെ ആ ക്ലാസ്സിൽ ആവേശപൂർവ്വം വന്നിരിക്കുന്ന സ്വഹാബത്തുൽ കിറാം മുന്നിലുള്ള സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, എല്ലാവരും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. പുറത്ത് 2-3 പേര് വന്ന് നിൽക്കുന്നുണ്ട്. നോക്കുമ്പോൾ ബദറിൽ പങ്കെടുത്ത സ്വഹാബികളാണ്. നിങ്ങൾക്കറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്ത് നിൽക്കുന്ന സ്വഹാബികളെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് മുമ്പിൽ നിന്ന 2-3 ആളുകൾ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറിയിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ നമ്മളുടെ ദീനിലുള്ള ഏറ്റവും നല്ല ഒരു ചിട്ടയും നമ്മൾ സ്വീകരിക്കേണ്ട ഒരു രീതിയും നമ്മൾ അങ്ങനെയല്ലല്ലോ പഠിച്ചിട്ടുള്ളത്. ഖൈറിന്റെ മജ്ലിസുകളാണെങ്കിലും അള്ളാഹുവിന്റെ പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി വന്നിരിക്കുകയാണെങ്കിലും ഒരാൾ ഒരു സ്ഥലത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ആ സ്ഥലം കൊണ്ട് ഏറ്റവും ഹഖായ ആൾ അദ്ദേഹം തന്നെയാണ്. അവിടുന്ന് പിന്നെ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണ് നമുക്ക് മഹാന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി നമ്മുടെ പള്ളിയിൽ സ്വഫായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അതൊരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും 1-ാമത്തെ സഫിലോ 2-ാമത്തെ സഫിലോ ആ കുട്ടി നേരത്തെ വന്ന് ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ പിന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പറ്റൂല. കുട്ടിയെ എഴുന്നേൽപ്പിക്കാൻ പറ്റൂല. പിന്നീട് വരുന്ന ആൾ എത്ര വലിയ ആളാണെങ്കിലും അവിടെ ഉള്ള സ്ഥലത്തിരിക്കണമെന്നാണ് ദീനിന്റെ നിലപാട്. നമുക്ക് ജമാഅത്തിന്റെ വിഷയങ്ങളിലൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള അദബും അത് തന്നെയാണ്. അതേ സമയം ഇതൊക്കെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ തിരുദൂതർ തന്നെ മുന്നിലിരിക്കുന്ന 2-3 ആളുകളെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അവരോട് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് ആ ബദരീങ്ങളായ സ്വഹാബത്തിനെ വിളിച്ചു വരുത്തി മുന്നിലിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടു.
അപ്പോൾ ആ സ്വഹാബാക്കൾക്ക് കുറച്ചൊരു പ്രയാസം ഉണ്ടാവുമോ, ഒരു വേദന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പ്രയാസം തോന്നി. നിങ്ങൾക്കറിയുമോ, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് ഒരു ആയത്ത് അവതരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ആ സമയത്ത് തന്നെ ഒരു ആയത്ത് അവതരിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അല്ലയോ വിശ്വാസികളെ, ഇദാ ഖീല ലക്കും ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും, നിങ്ങളോടൊന്ന് വിശാലത ചെയ്തു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ, സദസ്സുകളിൽ നിങ്ങളോടൊന്ന് വിശാലത ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കണം. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും. അപ്പോ നല്ല മജ്ലിസുകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആളുകൾക്ക് സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ നന്നായി മാറിയിരുന്നു കൊടുത്ത് അവർക്ക് സഹായിക്കണം. തആവനൂ അലൽ ബിർരി വത്തഖ്വ എന്ന് മുത്ത് റസൂൽ പഠിപ്പിച്ചില്ലേ? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറിയിരിക്കാൻ വേണ്ടി പറഞ്ഞ സ്വഹാബികൾക്ക് എന്തെങ്കിലും മനോവിഷമം വരുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രയാസം തോന്നിയപ്പോ അപ്പൊ തന്നെ അള്ളാഹുവിന്റെ വഹി ഇറങ്ങുകയാണ്, ഈ ആയത്ത് അവതരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളായ സ്വഹാബത്തിന്റെ മഹത്വമല്ലേ നമ്മൾ ഇതിലൂടെ കാണുന്നത്? ബഹുമാനപ്പെട്ട ഇമാം റുബയ്യ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. റുബയ്യ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ വിവാഹത്തിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ വിവാഹിതനാകുന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. എന്നിട്ട് എൻ്റെ വിരിപ്പിലിരുന്നു. എൻ്റെ വിരിപ്പിലിരുന്ന് ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാണ്. കുറച്ചപ്പുറത്ത് കുറച്ച് പെൺകുട്ടികൾ അവരുടെ പിതാക്കന്മാരെ കുറിച്ച്, ബദർ യുദ്ധത്തിൽ രക്തസാക്ഷികളായി പോയ അവരുടെ ബാപ്പമാരെ കുറിച്ച് അവരുടെ അപദാനങ്ങൾ പാടിയിട്ട് ഇങ്ങനെ ദഫ് മുട്ടുന്നുണ്ട്. റുബൈഅ റളിയല്ലാഹു അൻഹു പറയാണ് സംഭവം. അങ്ങനെ ദഫ് മുട്ടി ആ ബൈത്തുകൾ ഇങ്ങനെ പാടുന്ന പെൺകുട്ടികൾ ഒരു ഭാഗത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസം. ഈ കുട്ടികൾ ഇങ്ങനെ ഉറക്കെ ശബ്ദം ഉണ്ടാക്കുന്നത് എനിക്ക് പ്രയാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോഴേക്ക് ആ പെൺകുട്ടികൾ ആ ബൈത്ത് ചൊല്ലുന്നത് മാറ്റിയിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമായി അവരെ പാടാൻ തുടങ്ങിയത്. ആ പെൺകുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങൾ പാടുകയാണ്, പ്രകീർത്തിക്കുകയാണ്. ഇത് കേട്ടപ്പോ അള്ളാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവരോട്, ആ പെൺകുട്ടികളോട് പറഞ്ഞു, ദഈ ഹാദിഹി വഖൂലി ബില്ലദീ കുന്തി തഖൂലീൻ, അല്ലയോ പെൺമക്കളെ, നിങ്ങൾ ഇത്ര നേരവും നിങ്ങൾ പാടിയിരുന്ന ആ ബൈത്തുകളുണ്ടല്ലോ, അത് നിങ്ങൾ ആവർത്തിച്ച് പാടിക്കൊള്ളൂ എന്ന് ആ പെൺകുട്ടികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നും ആ ബദരീങ്ങളായ സ്വഹാബത്തിന്റെ അവരുടെ അപദാനങ്ങളും മഹത്വങ്ങളും പാടാനും പറയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹനം നൽകുന്നതും നമ്മൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ബദരീകളായ സ്വഹാബത്തിനെ നമ്മൾ ഉൾക്കൊള്ളുകയും അവരുടെ മഹത്വം മനസ്സിലാക്കുകയും അവരുടെ ആ ഒരു ചരിത്രം നമ്മൾ നന്നായി ഉൾക്കൊണ്ടുകൊണ്ട് അവരെ മുൻനിർത്തി അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ദുആകൾക്ക് ഇജാബത്ത് തരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആ സ്വഹാബത്തിന്റെ ആത്മവീര്യവും അവരുടെ അചഞ്ചലമായ ഈമാനിൽ നിന്നും മാതൃക ഉൾക്കൊണ്ടിട്ടാണല്ലോ പിൽക്കാലത്ത് പരിശുദ്ധമായ ഇസ്ലാം ലോകത്തുടനീളം വ്യാപിച്ചിട്ടുള്ളത്. ലോകത്തുടനീളം വ്യാപിച്ചത് ആ ബദർ ശുഹദാക്കൾ അടക്കമുള്ള ആ ബദരീങ്ങളായ സ്വഹാബത്തിന്റെ ധീരോദാത്തം അവർ പടപൊരുതിയ ആ ഒരു സംഭവം മുന്നിൽ വെച്ചുകൊണ്ടാണല്ലോ മുസ്ലിമീങ്ങൾ പിൽക്കാലത്ത് ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിനും പ്രചരണത്തിനും അവർ എല്ലാ അർത്ഥത്തിലും പ്രേരണ ഉൾക്കൊണ്ടതും അവർക്കതിന് പ്രചോദനം ലഭിച്ചതും. പിൽക്കാലത്ത് ഇങ്ങോട്ട് ഖിലാഫത്തിന്റെ കാലത്ത് നമ്മൾ വരുമ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന് തിരശ്ശീല വീഴ്ത്തിയ ഖാദിസിയ യുദ്ധം നമ്മൾ വായിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അതോടൊപ്പം മറ്റു സഹാബത്തും എല്ലാം അക്കാലത്ത് കിസ്റയെ നേരിട്ട് കണ്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സത്യസന്ദേശം അവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയാനൊക്കെയും അവർക്ക് ധൈര്യം ലഭിച്ചത് അവരത് ആർജിച്ചത് ഈ ബദരീങ്ങളായ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ നിന്നല്ലേ.
കാലം കുറച്ചു കൂടി ഇങ്ങോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലത്ത്, ഒട്ടോമൻ എംപയറിന്റെ കാലത്ത് യൂറോപ്പിലേക്ക് പരിശുദ്ധമായ ഇസ്ലാം വ്യാപിച്ചു തുടങ്ങിയ ആ കാലത്ത് അതിനുവേണ്ടി എല്ലാവിധ അർത്ഥത്തിലും ഇസ്ലാം യൂറോപ്പിലേക്ക് വ്യാപിക്കാൻ വേണ്ടി കോൺസ്റ്റാന്റിനോപ്പിൾ സുൽത്താൻ മുഹമ്മദുൽ ഫാത്തിഹിന്റെ നേതൃത്വത്തിൽ പിടിച്ചടപ്പിക്കിയപ്പോഴും അവിടെയും സുൽത്താൻ മുഹമ്മദുൽ ഫാത്തിഹും തന്റെ കൂടെയുള്ള അനുയായികളും എല്ലാം ആർജിച്ച ധൈര്യവും അവര് സ്വീകരിച്ച ഒരു ഊർജവും ബദരീങ്ങളായ സ്വഹാബത്തിൽ നിന്നായിരുന്നില്ലേ? ഇങ്ങനെ നമ്മളുടെ ഇന്ത്യ ചരിത്രത്തിലേക്ക് വരുമ്പോ വൈദേശികാധിപത്യം കൊണ്ട് നൂറ്റാണ്ടുകൾ നമ്മളുടെ ഇന്ത്യയിലെ ജനത പ്രയാസം നേരിട്ട സമയത്ത്, പൊറുതിമുട്ടിയ സമയത്ത്, ഇവിടെ വൈദേശികാധിപത്യത്തിനെതിരിൽ ഇങ്ങ് നമ്മളുടെ കേരളക്കരയിൽ പോലും മഹാനായ മമ്പുറം തങ്ങളും ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഉൾപ്പെടെയുള്ള ധീര യോദ്ധാക്കളും സേനാനികളും പണ്ഡിതന്മാരും അവരെല്ലാം അന്ന് കൈമുതലാക്കിയിട്ട് ശത്രുക്കൾക്കെതിരെ ഉടുത്തൊരുങ്ങിയ ആയുധത്തോടെ അവരിറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ ഏറ്റവും ബലമുള്ള ഒരു ആയുധമായിട്ട് അവർ കൂടെ ഉണ്ടായിരുന്നത് ഈ അചഞ്ചലമായ ഈമാനായിരുന്നില്ലേ? വിശ്വാസമായിരുന്നില്ലേ? അതെല്ലാം അവരെ ആർജിച്ചതും നേടിയതും ഈ ബദരീങ്ങളായ സ്വഹാബത്തിൽ നിന്നായിരുന്നില്ലേ? അങ്ങനെ ഇങ്ങോട്ട് നമ്മളുടെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം നമ്മൾ അള്ളാഹുവിന്റെ വഴിയിൽ അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ജീവിക്കുമ്പോൾ ഏതേത് പ്രതിസന്ധികൾ നമ്മളുടെ മുന്നിൽ വന്നാലും, എന്ത് പ്രയാസങ്ങൾ നമ്മളുടെ മുന്നിൽ വന്നാലും, ഏതൊരു ദശാസന്ധിയുടെ മുന്നിൽ നമ്മൾ എത്തിപ്പെട്ടാലും ഈ മുസ്ലിം ഉമ്മത്ത് അവിടെയെല്ലാം ആർജിച്ച ഒരു ധൈര്യം അള്ളാഹുവും അവന്റെ തിരുറസൂലും പഠിപ്പിച്ച ബദരീങ്ങളായ സ്വഹാബത്തുൽ കിറാം അവരുടെ ആ ഈമാനിന്റെ വെളിച്ചത്തിൽ നിന്നായിരുന്നില്ലേ? അവരുടെ ഈമാനിന്റെ ആ ഒരു കാഠിന്യത്തിൽ നിന്നാണല്ലോ നമ്മളുടെ പിൽക്കാല ഉമ്മത്ത് ഈ ജീവിതം നന്നായി അള്ളാഹുവിന്റെ വഴിയിലായുള്ള ജീവിതത്തിന് എല്ലാവിധ ധൈര്യവും സംഭരിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധമായ റമളാൻ വരുമ്പോ നമ്മൾ ബദരീങ്ങളെ സ്മരിക്കുന്നു, അവരെ തവസ്സുലാക്കി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേഗത്തിൽ ഉത്തരം നൽകുമെന്ന് മഹാരഥന്മാര് പഠിപ്പിച്ചു. ആ ബദരീങ്ങളായ സ്വഹാബത്തിനെ നമ്മളെപ്പോഴും ജീവിതത്തോട് ചേർത്ത് വെച്ച് അവരെ എപ്പോഴും തവസ്സുൽ ചെയ്തുകൊണ്ട് നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം തരും. ആ ബദരീങ്ങളായ സ്വഹാബത്തിന്റെ പേരുകൾ നമ്മൾ ദിവസവും ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞാൽ, മാസത്തിലെങ്കിലും ഒരു തവണ നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ, അവരുടെ പേരുകൾ പറയുന്നിടത്ത് തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഐശ്വര്യങ്ങളും സമൃദ്ധിയും അല്ലാഹു ഇറക്കുമെന്ന് നമുക്ക് മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നഫഹാതു റബ്ബിൽ അർശി ഹഖൻ തക്സുറു ഫീ മൗദിഇൻ അസ്മാഉ ബദരിൻ തുദ്കറു. ബദരീങ്ങളായ സ്വഹാബത്തിന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്ന സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യങ്ങൾ ഇറക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു. അവരെ തവസ്സുൽ ചെയ്തുകൊണ്ടൊന്ന് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വേഗത്തിൽ ഇജാബത്ത് തരും. നമ്മുടെ മുൻഗാമികളൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു മാതൃകയാണത്. പഴമക്കാരൊക്കെ അങ്ങനെയാണ്. പഴമക്കാരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ വേഗം ബദരീങ്ങളെ വിളിക്കും, ബദരീങ്ങളെ എന്ന് വിളിക്കും. ആ ഒരൊറ്റ വിളിയിൽ തന്നെ അവർ നേരിട്ട ആ പ്രയാസത്തിന് ഉടനടി പരിഹാരം കാണും. അത് നമ്മളുടെ മനസ്സിലുള്ള ഈമാനിന്റെ പവർ അനുസരിച്ചായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ മഹബ്ബത്ത് വെക്കാനും അവരെ നന്നായി സ്നേഹിക്കാനും അവരിലൂടെ റബ്ബിലേക്ക് അടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ബദരീങ്ങളെ വെച്ച് ദുആ ചെയ്താൽ അല്ലാഹു തആല തട്ടുകയില്ല. ഫലാ തറുദ്ദു മഅൽ ഖൈബ വലിജഅൽനാ അല ത്വയ്ബ അയാദൽ ഇസ്സി വൽ ഹൈബ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് ഫഇൻ തർദുദ് ഫമന്നാതി ലിനൈലി ജമീഇ ഹാജാതി അയാ ജാലിൽ മുലിമാതി ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. ബദരീങ്ങളെ വെച്ചിട്ട് നമ്മൾ
തവസ്സുലാക്കി ദുആ ചെയ്താൽ അല്ലാഹു തആല നന്നായി സ്വീകരിക്കും. പക്ഷെ അതിനോട് നമുക്ക് അവരോട് നന്നായിട്ടൊരു ആത്മബന്ധം വേണം. ആ ബദരീങ്ങളെ നന്നായി സ്നേഹിക്കണം. ഞാനിപ്പോൾ ഈ പ്രസംഗിക്കാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉസ്താദ് എന്നോട് ഓർമ്മപ്പെടുത്തി, ബഹുമാനപ്പെട്ട KK കരുവമ്പൊയിൽ ഉസ്താദിനെ കുറിച്ച് എന്നോട് ഓർമ്മപ്പെടുത്തി. മർക്കസിൽ 5 പതിറ്റാണ്ടുകളോളം മുദരിസായി സേവനം ചെയ്ത വലിയ മഹാനരായിരുന്നു KK കരുവമ്പൊയിൽ ഉസ്താദ്. നവ്വറല്ലാഹു മർഖദഹു. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. KK ഉസ്താദ് അങ്ങേറ്റം ബദരീങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ച സാത്വികനായൊരു പണ്ഡിതനായിരുന്നു. ഷെയ്ഖുനാ ഉസ്താദിന്റെ ആദ്യകാല ശിഷ്യരിൽ പ്രമുഖരും കൂടിയാണ് അദ്ദേഹം. എല്ലാ വർഷവും റമദാൻ 17 ആയാൽ ഉസ്താദ് അസ്മാഉൽ ബദർ ബദരീങ്ങളായ സ്വഹാബത്തിനെ അനുസ്മരിക്കുന്ന വല്ലാത്ത ഒരു ആവേശമാണ് ഉസ്താദിന്റെ ജീവിതത്തിൽ. അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. വെള്ളിയാഴ്ച രാവാകുമ്പോൾ പ്രത്യേകം ഇബാദത്തുകളിൽ കൂടുതൽ അദ്ദേഹം ശ്രദ്ധ പുലർത്തുമായിരുന്നു. KK ഉസ്താദ് നമ്മോട് വിട പറഞ്ഞിട്ട് അല്പം വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഉസ്താദ് അവസാനം വിട പറഞ്ഞത് ഒരു വിശുദ്ധ റമദാൻ 17-ന്റെ തലേന്ന് വെള്ളിയാഴ്ച രാവിലായിരുന്നു എന്നത് തീർത്തും യാദൃശ്ചികമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബദരീങ്ങളായ സ്വഹാബത്തിനെ നമ്മൾ സ്നേഹിച്ചാൽ, അവരോട് നമ്മൾ അടുപ്പം കാണിച്ചാൽ, തീർച്ചയായും നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്ക് മുമ്പിലും അവർ നമുക്ക് കൈത്താങ്ങായിട്ട് അവർ വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരട്ടെ. അവരുടെ ഒക്കെയും ബറക്കാത്തുകൾ കൊണ്ട് അല്ലാഹു തആല നമ്മെ ഇരുവീട്ടിലും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധമായ ഈ റമദാൻ അനുകൂലമായി നമുക്ക് സാക്ഷി നിൽക്കുകയും ഈ റമദാൻ കൊണ്ട് വിജയിക്കുകയും ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, പ്രത്യേകിച്ചും ഈ സ്ഥാപനത്തിന്റെ കാര്യങ്ങളിലൊക്കെയും സഹകരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഈ സ്ഥാപനത്തിൽ ഖിദ്മത്ത് ചെയ്യുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഗുരുവര്യർ ഉസ്താദുമാർ, അവർക്കൊക്കെയും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവരുടെയൊക്കെയും ഗുരുത്വവും പൊരുത്തവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. അവരുടെയൊക്കെയും തണലിലായി അല്ലാഹു തആല ഈ പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിലായി നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.